പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും നിങ്ങളോടൊപ്പം ദൈവത്തിന്റെ വചനമായിട്ട് ആയിരിക്കാൻ സ്വർഗത്തിലെ ദൈവമിടയാക്കിയതിനായി ഞാൻ കർത്താവിന് നന്ദിയോടെ സ്തുതിക്കുന്നു. ദൈവവചനത്തെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറ്റുക എന്നത് കർത്താവിന്റെ പദ്ധതിയാണ്. ദൈവവചനമാണ് നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനം. അതായത് നമ്മൾ ഏതെങ്കിലും പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന വചനമല്ല, നമ്മുടെ ഹൃദയത്തിലാകുന്ന വചനമാണ് നമ്മുടെ ജീവിതത്തെ മാറ്റാൻ ശക്തിയുള്ളത്. നമ്മൾ ബൈബിൾ വായിക്കുന്നു, പല വാക്യങ്ങൾ കാണാതെ പഠിക്കുന്നു. നമുക്ക് ബൈബിള് കുറച്ച് കാര്യങ്ങൾ നന്നായിട്ട് അറിയാം. അതൊക്കെ നല്ല കാര്യമാണ്. പക്ഷെ അതിനെല്ലാം അപ്പുറമായിട്ടൊരു രഹസ്യമുണ്ട്. അതായത് നാം അറിയുന്ന വചനം നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴാണോ നമ്മുടെ വ്യക്തിപരമായി മാറുന്നത്, ഞാൻ കേൾക്കുകയും ധ്യാനിക്കുകയും വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ദൈവവചനമായിട്ട് എപ്പോഴാണോ എനിക്ക് വ്യക്തിപരമായൊരു ബന്ധമുണ്ടാകുന്നത്, ആ ബന്ധമാണ് ശരിയായ നിലയിൽ എൻ്റെ ജീവിതത്തിനകത്ത് വചനത്തിന്റെ ശക്തിയെ അല്ലെങ്കിൽ വചനത്തിന്റെ ഫലത്തെ പുറപ്പെടുവിക്കുന്നു. അതുകൊണ്ട് ഈ നാളുകളിൽ നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മുടെ വചനത്തിന്റെ അറിവല്ല പ്രാധാന്യം അർഹിക്കുന്നത്, വചനം നമ്മുടെ ഹൃദയത്തിലാകുന്നത്. അതുകൊണ്ടാണ് കർത്താവ് എബ്രായ ലേഖനത്തിൽ പറഞ്ഞത്, ഞാനൊരു പുതിയ നിയമം ചെയ്യാം, പുതിയൊരു ഉടമ്പടി ഞാൻ അവരോട് ചെയ്യും. ആ ഉടമ്പടി ഇങ്ങനെയാണ്, എന്റെ ന്യായപ്രമാണത്തെ അവരുടെ ഉള്ളിലെഴുതും, അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. ഒരു പുതിയ ഉടമ്പടിയാണ്. ആ ഉടമ്പടിയുടെ പ്രത്യേകത, എന്റെ ന്യായപ്രമാണം അത് കല്ലിൽ എഴുതി വെച്ചിരുന്നതാണ്. അത് ഒരു പ്രത്യേക ദേവാലയത്തിനകത്ത് സൂക്ഷിച്ചു വെച്ചിരുന്നതാണ്. അതൊരു കൂട്ടർക്ക് വേണ്ടി മാത്രമുള്ളതായിട്ട് പരിഗണിക്കപ്പെട്ടിരുന്നു. ദൈവം എല്ലാവർക്കും ഉള്ളതാണ്. പക്ഷെ ന്യായപ്രമാണവും ആ കൽപ്പനകളെല്ലാം ഒരു പ്രത്യേക കൂട്ടർക്ക് വേണ്ടി മാത്രമായിട്ട് പരിഗണിക്കപ്പെട്ടു, യഹൂദന്മാർക്ക് മാത്രം. അവരുടെ പ്രത്യേകതയും അതായിട്ടാണ് അവർ പറയുന്നത്. ഇത്ര ശ്രേഷ്ഠമായ ഒരു ജാതി ഏതുള്ളൂ, ദൈവികമായി ഇത്രയും നല്ല കൽപ്പനകൾ ലഭിച്ച ഒരു ശ്രേഷ്ഠ ജാതി എന്തുള്ളൂ. അതായത് അവരുടെ ജീവിതത്തിൽ വലിയൊരു അഭിമാനമായിരുന്നു. അവർക്ക് എന്താണ് പ്രത്യേകത എന്ന് ചോദിക്കുന്നിടത്ത് പൗലോസ് പറയുന്നത്, ന്യായപ്രമാണം അവരുടെ കയ്യിലാണ് ആദ്യം കൊടുക്കപ്പെട്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ന്യായപ്രമാണം അവരുടെ ജീവിതത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു വലിയ പദവിയായിട്ടാണ് അവർ കണ്ടിരുന്നത്. റോമാലേഖനം 9-ാം അധ്യായത്തിൽ നമുക്കത് വായിക്കാനായിട്ട് സാധിക്കും. റോമാലേഖനം 9-ാം അധ്യായത്തിൽ അവരുടെ പ്രത്യേകത, ആ ന്യായപ്രമാണം അവർക്ക് ലഭിച്ചിരുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രത്യേകതയായിട്ടാണ് പറയുന്നത്. റോമാലേഖനം 9-ാം അധ്യായം 4-ാം വാക്യം, അവർ ഇസ്രായേലിൽ പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണം ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്കുള്ളവ. അങ്ങനെയാണ് അവിടെ പറയുന്നത്. അപ്പൊ അവരുടെ ജീവിതത്തിനകത്ത് അതൊരു വലിയ അഭിമാനമായിരുന്നു. ന്യായപ്രമാണം അവരുടേതാണ്, വാഗ്ദത്തം അവരുടേതാണ്, പുത്രത്വം അവരുടേതാണ്. അതൊക്കെയായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു വലിയ പദവി അവർക്ക് നൽകിയിരുന്നത്. എന്നാൽ അതിനെക്കുറിച്ച് തന്നെ ആവർത്തന പുസ്തകത്തില് നമുക്ക് ഒരു വാക്യം വായിക്കാനായിട്ട് കഴിയും. ആവർത്തന പുസ്തകം 4-ാം അധ്യായത്തില് 7-ാം വാക്യം 8-ാം വാക്യം, നമ്മുടെ ദൈവമായ യഹോവയോട് നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും അവൻ നമുക്ക് അടുത്തിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തിരിക്കുന്ന ശ്രേഷ്ഠ ജാതി ഏതുള്ളൂ. 8-ാം വാക്യം, ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്ന ഈ സകല ന്യായപ്രമാണവും പോലെ ഇത്ര നീതിയുള്ള ചട്ടങ്ങളും വിധികളും ഉള്ള ശ്രേഷ്ഠ ജാതി ഏതുള്ളൂ. അത് ഇവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിനകത്തൊരു വലിയ പദവിയായിരുന്നു. ന്യായപ്രമാണം ലഭിച്ചത് എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു പദവിയായിരുന്നു. അത് തന്നെയാണ് റോമാലേഖനം 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യവും 2-ാം വാക്യവും. എന്നാൽ യഹൂദൻ എന്ത് വിശേഷത? അല്ല, പരിച്ഛേദനയിൽ എന്ത് പ്രയോജനം? സകല വിധത്തിലും വളരെ ഉണ്ട്. ഒന്നാമത് ദൈവത്തിന്റെ അരുളപ്പാടുകൾ അവരുടെ പക്കൽ സമർപ്പിച്ചിരിക്കുന്നുവല്ലോ. ഇപ്പൊ ഇവിടെ പറയുന്ന ഒരു കാര്യം ഇതാണ്, ന്യായപ്രമാണം അവർക്ക് ലഭിച്ചു എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ പദവിയാണ്. കാരണം പാപം ചെയ്ത ജനത, പാപം ചെയ്ത മാനവജാതി എങ്ങനെ അതിനകത്ത് പുറത്തു വരുമെന്ന് അറിയാതിരിക്കും. എങ്ങനെ ഈ ന്യായപ്രമാണത്തിന്റെ അല്ലെങ്കിൽ ഈ
നഷ്ടപ്പെട്ടു പോയി ജീവനിലേക്ക് എങ്ങനെ മടങ്ങി വരും? സാഹചര്യങ്ങളൊന്നും മുൻപിലില്ല, സാധ്യതകളൊന്നും മുൻപിലില്ല. എങ്ങനെയാണ് നേരെയാകേണ്ടതെന്ന് അവർക്ക് അറിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവര് അടിമത്വത്തിലേക്ക് കടന്നുപോയി. അടിമത്വത്തിലായിരിക്കുന്ന കാലഘട്ടത്തിൽ അവര് പല സമ്മിശ്ര പുരുഷാരവുമായിട്ട് അവർ ഒരുമിച്ച് ചേർന്ന് ജീവിക്കുന്നു. അവരുടെ ജീവിതത്തിനകത്ത് അവരന്ന് ആ കാലഘട്ടങ്ങളിൽ പലതും അവർ കണ്ടു. അവരുടെ ആരാധനകളും അവരുടെ ശുശ്രൂഷകളും അവരുടെ പ്രമാണങ്ങളും പലതും അവർ കണ്ടു. അവരിതെല്ലാം കണ്ടപ്പോഴും അവർക്ക് എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ശരി, എന്താണ് അവരുടെ പ്രമാണത്തിൽ ശരി തെറ്റുകൾ അവർക്കറിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സീനായ് മലയിൽ വെച്ച് ദൈവം അവർക്ക് പ്രമാണങ്ങൾ കൊടുത്തു. ആ പ്രമാണങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം അത് ശ്രേഷ്ഠതയുള്ളത്. അവര് പണിത ദേവാലയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സമാഗമന കൂടാരം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സ്ഥലമാണ്. ആ സമാഗമന കൂടാരത്തിലാണ് ദൈവം വന്നു വസിക്കുന്നതെന്നാണ് അവർ വിശ്വസിച്ചത്. പ്രാകാരവും വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും എല്ലാം അടങ്ങുന്ന ദേവാലയം അല്ലെങ്കിൽ സമാഗമന കൂടാരം എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ ഏറ്റവും ആകർഷണീയമായതും പ്രാധാന്യം അർഹിക്കുന്ന ഒരു സ്ഥലമായിരുന്നു. പിന്നെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്, പിന്നെ ദാവീദിന്റെ കാലത്ത് അവർ വലിയ മനോഹരമായ ദേവാലയമാണ് ശലോമോന്റെ കാലത്ത്. ആ മനോഹരമായ ദേവാലയം അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ആ ജനതയുടെ തന്നെ ഐഡന്റിറ്റിയെ നിലനിർത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമായിരുന്നു. എന്നാൽ അവിടെയുള്ള സ്വർണമോ വെള്ളിയോ ധൂപപീഠമോ അവിടുള്ള കാഴ്ചയപ്പത്തിന്റെ മേശയോ അല്ലെങ്കിൽ യാഗപീഠങ്ങളോ ഒന്നിനുമല്ല പ്രാധാന്യം, അമിത പ്രാധാന്യം അവർ കൊടുത്തിരുന്ന പ്രാധാന്യം അതിവിശുദ്ധ സ്ഥലത്തിനാണ്. അവിടെയാണ് കൃപാസനം ഇരിക്കുന്നത്, അവിടെയാണ് ദൈവത്തിന്റെ കൽപ്പന ഇരിക്കുന്നത്, നിയമപ്പെട്ടകം ഇരിക്കുന്നത്. ആ നിയമപ്പെട്ടകം അവിടെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് അതിവിശുദ്ധ സ്ഥലം വളരെ വിശുദ്ധമായതും വളരെ പ്രാധാന്യം അർഹിക്കുന്നതുമായിരുന്നു. എന്നാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, ദൈവം പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ പിന്നീട് വീണ്ടും ഞാൻ അവരുടെ നിയമം ചെയ്യും. ആ നിയമത്തിന്റെ പ്രത്യേകത ഇതാണ്, ഞാൻ എൻ്റെ നിയമത്തെ അവരുടെ ഉള്ളിലാക്കും, അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. എന്തുകൊണ്ടാണ് അവരുടെ ഹൃദയങ്ങളിൽ എഴുതേണ്ടി വന്നത്? അതിന് കാരണമായി തീർന്നത് എന്താണ്? യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നപ്പോൾ യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ വന്നത് ന്യായപ്രമാണത്തെ നീക്കാനല്ല നിവർത്തിപ്പാനാണ്. ന്യായപ്രമാണത്തെ നീക്കിക്കളയാനല്ല നിവർത്തിക്കുവാനായിട്ട്. അതായത് അതിനെ നീക്കിക്കളയുക എന്ന് പറയുന്നത്, എടുത്തു മാറ്റുക എന്ന് പറയുന്നത് ശരിക്കും നിയമപരമായി ശരിയല്ല. അതായത് ദൈവിക പ്രമാണം അനുസരിച്ച് ഈ ന്യായപ്രമാണത്തിന്റെ കൽപ്പനകൾ ദൈവം കൊടുത്തതാണ്. അതുകൊണ്ട് കർത്താവ് പറയുന്നത് വാഗ്ദത്തങ്ങൾ അല്ലെങ്കിൽ ന്യായപ്രമാണം ആത്മീകമല്ലേ? അതെ, നിശ്ചയമായിട്ടും അങ്ങനെ തന്നെയാണെന്ന് വചനം പറയുന്നത്. ന്യായപ്രമാണം ദൈവം നൽകിയ പ്രമാണമായതുകൊണ്ട് തന്നെ അതിനകത്ത് മാറ്റം വന്നുകൂടും. ദൈവം തൻ്റെ ജനത്തോടുള്ള ഉടമ്പടി പ്രകാരം, തൻ്റെ ജനത്തോടുള്ള നിയമപ്രകാരം ആ ഉടമ്പടി നിവർത്തിക്കുക എന്ന് പറയുന്നത് ദൈവത്തിന്റെ പദ്ധതിയാണ്. കർത്താവ് പറഞ്ഞ ന്യായപ്രമാണത്തെ നീക്കാനല്ല നിവർത്തിപ്പാനായി വന്നു. റോമാലേഖനം അതിന്റെ 8-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്, ന്യായപ്രമാണത്തിന് കഴിയാതെ പോയതിനെ കർത്താവ് തൻ്റെ പുത്രനെ, നമുക്ക് റോമാലേഖനം 8-ാം അധ്യായത്തിൽ അതിന്റെ 3-ാം വാക്യം, ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപനിമിത്തവും അയച്ചു, പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. അപ്പൊ പാപത്തിന് ജഡത്തിൽ ദൈവം ശിക്ഷ വിധിച്ചു. യേശുവിനെ അയച്ച് ന്യായപ്രമാണത്തിന്റെ സകല നിബന്ധനകളും നിവർത്തിയാക്കി. ആമേൻ. അങ്ങനെ നിവർത്തിയായപ്പോൾ നമുക്ക് റോമാലേഖനത്തിന്റെ തന്നെ 10-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയും, വിശ്വസിക്കുന്ന ഏവന് നീതി ലഭിപ്പാൻ ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അവസാനമാകും. അവിടെ പറയുന്ന ന്യായപ്രമാണത്തിന്റെ അവസാനം, യേശു ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അവസാനം എന്നാണ് ഇവിടെ വചനത്തിൽ കാണുന്നത്. നമുക്ക് ഈ ന്യായപ്രമാണത്തെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 16-ാം അധ്യായത്തില് നമുക്കൊരു വാക്യം കാണാനായിട്ട് കഴിയും. ന്യായപ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെ കാലം യോഹന്നാൻ വരെയായിരുന്നു. അന്നു മുതൽ
ദൈവരാജ്യത്തെ സുവിശേഷിച്ചു വരുന്നു. എല്ലാവരും ബലാത്കാരേണ അതിൽ കടപ്പാൻ നോക്കും. അവിടെ പറയുന്നത് ന്യായപ്രമാണത്തിന്റെ കാലം യോഹന്നാൻ സ്നാപകൻ വരെയായി. ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ അടുക്കൽ ന്യായപ്രമാണത്തിന്റെ കാര്യം, കൽപ്പനകൾ എത്ര എന്ന് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞ കാര്യം, കൽപ്പനകൾ രണ്ടാണ്. ഒന്ന്, നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. രണ്ടാമത്തത് അതിനോട് സമം, നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഇതിൽ വലുതായി വേറൊരു കൽപ്പനയുമില്ല. കർത്താവ് അതിനോട് ചേർത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതിൽ സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കും. അതായത് കൽപ്പനകളെ മുഴുവൻ ക്രോഡീകരിച്ച് കർത്താവ് രണ്ട് കൽപ്പനകളാക്കി പറഞ്ഞു. ഒന്ന്, ദൈവത്തെ സ്നേഹിക്കുക. രണ്ട്, സഹോദരനെ സ്നേഹിക്കുക, അയൽക്കാരനെ സ്നേഹിക്കുക. ആ രണ്ട് കൽപ്പനകളിൽ സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കും. അപ്പൊ ഈ ന്യായപ്രമാണത്തെ പ്രവാചകന്മാരുടെ പ്രവചനത്തെ മുഴുവൻ പ്രവൃത്തി എന്ന് പറയുന്ന അവരുടെ കാലഘട്ടത്തിൽ അവർ കാത്തു സൂക്ഷിച്ച വളരെ പ്രധാനപ്പെട്ട കാര്യത്തിൽ നിന്ന് സ്നേഹം എന്ന് പറയുന്ന ഒന്നിലേക്ക് കർത്താവ് കൊണ്ടുവന്ന് നിർത്തി. സ്നേഹം, സ്നേഹിക്കുക, ദൈവത്തെ സ്നേഹിക്കുക, സഹോദരനെ സ്നേഹിക്കുക. ആ സ്നേഹത്തിനകത്ത് എന്തുണ്ട്? സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കും. അങ്ങനെ ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്ന സ്നേഹം, ആ സ്നേഹത്തെക്കുറിച്ച് നമുക്ക് അവിടെ ഒരു വാക്യത്തിൽ വായിക്കാനായിട്ട് കഴിയും. റോമാലേഖനം അതിന്റെ 13-ാം അധ്യായത്തില് 10-ാം വാക്യം, സ്നേഹം കൂട്ടുകാരുടെ ദോഷം പ്രവർത്തിക്കുന്നില്ല, ആകയാൽ സ്നേഹം ന്യായപ്രമാണത്തിന്റെ നിവൃത്തിയാകുന്നു. അപ്പോൾ യേശു എന്ന് പറഞ്ഞത് എന്താണ്? ഞാൻ ന്യായപ്രമാണത്തെ നീക്കാനല്ല വന്നത്, നിവർത്തിപ്പാൻ. I am here to not to destroy the law but to fulfill. ഞാൻ വന്നത് ന്യായപ്രമാണത്തെ നിവർത്തിപ്പാനായിട്ട്. ഇവിടെ പറയുന്നത് ലവ് ഈസ് ദ ഫുൾഫിൽമെന്റ് ഓഫ് ദ ലോ. അവിടെയാണ് യോഹന്നാന്റെ സുവിശേഷം 3-ാം വാക്യത്തിന്റെ പ്രത്യേകത. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം യേശുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അപ്പൊ പിതാവിന്റെ സ്നേഹം, ഹല്ലേലൂയ, വെളിപ്പെട്ടത് ക്രൂശിലാണ്. അത് നമുക്ക് 1 യോഹന്നാന്റെ ലേഖനം 4-ാം അധ്യായത്തിൽ നമുക്കത് കാണാൻ കഴിയും. പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു. ഇപ്പോൾ ന്യായപ്രമാണം യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നായിരുന്നു. നമ്മളത് വായിച്ചു. ആവർത്തന പുസ്തകം 4:8, റോമാലേഖനം 3-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളില്, റോമാലേഖനം 9-ാം അധ്യായത്തിലൊക്കെ ന്യായപ്രമാണത്തിന്റെ പ്രാധാന്യത്തെ എടുത്തു പറയുന്നു. എന്നാൽ യേശു വന്നിട്ട് പറഞ്ഞു ന്യായപ്രമാണത്തിന്റെ പ്രാധാന്യത്തെ മുഴുവൻ സ്നേഹം എന്ന് പറയുന്ന ഒന്നിൽ ഒതുക്കി. എന്നിട്ട് ഇവിടെ പറയുന്നത് റോമാലേഖനം 13-ാം അധ്യായത്തിൽ പറയുന്നത് ന്യായപ്രമാണം, സ്നേഹം ന്യായപ്രമാണത്തിന് നിവൃത്തിയാകും. അപ്പൊ യേശു വന്ന് ഈ ഭൂമിയിൽ ന്യായപ്രമാണത്തെ നിവർത്തിച്ചു എന്ന് പറയുമ്പോ സ്നേഹിച്ചു, സ്നേഹത്തെ വെളിപ്പെടുത്തി. അവിടെയാണ് ഹല്ലേലൂയ പ്രിയപ്പെട്ടവരെ, അവിടെയാണ് നമ്മൾ ഈ യോഹന്നാന്റെ ലേഖനം അതിന്റെ 1-ാമത്തെ ലേഖനം അതിന്റെ 4-ാം അധ്യായത്തിന്റെ 8-9 വാക്യങ്ങൾ, സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, ദൈവം സ്നേഹം തന്നെ. ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ച് തന്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു. അപ്പോഴ് ന്യായപ്രമാണത്തിന് നിവൃത്തി ഉണ്ടായത് ഹല്ലേലൂയ ക്രൂശില് പിതാവായ ദൈവം പുത്രനിലൂടെ തന്റെ സ്നേഹത്തെ വെളിപ്പെടുത്തിയപ്പോഴാണ്. ആ സ്നേഹം വെളിപ്പെട്ടു. ആ വെളിപ്പെട്ട സ്നേഹം ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിനകത്ത് കൊണ്ടുവന്ന ഒരു പ്രത്യേക കാര്യം. അവിടെയാണ് റോമാലേഖനം 10-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിന്റെ പ്രസക്തി ഇരിക്കുന്നത്. അതായത് വിശ്വസിക്കുന്ന ഏവന് നീതീകരിക്കപ്പെടേണ്ടതിന് ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അവസാനമാകും. അപ്പോൾ അതുവരെയും യഹൂദന്മാരെന്നും ജാതികളെന്നും ഉള്ള 2 ഗ്രൂപ്പ്. നമുക്കറിയാം, യേശു ക്രിസ്തുവിന്റെ അടുക്കൽ കാനാന്യ സ്ത്രീ തന്റെ മകളുടെ ഭൂതോപദ്രവത്തിനായി സൗഖ്യത്തിന് പ്രാർത്ഥിക്കാൻ വന്നപ്പോ യേശു പറഞ്ഞ കാര്യം,
മക്കൾക്കുള്ളത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കത്തില്ല. അത്രയും മോശമായിട്ടാണ് അവർ ജാതികളെ കണ്ടുകൊണ്ടിരുന്നത്. അങ്ങനെയുള്ളവരെ എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തില് കർത്താവ് പറയുന്നത്, ഞാൻ വേർപാടിന്റെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞു. മുമ്പേ നിങ്ങൾ അന്യരായിരുന്നു. 2-ാമത്തെ അധ്യായത്തില് നമുക്കത് ആമേൻ അതിന്റെ 12-ാം വാക്യം, 13-ാം വാക്യം, 14-ാം വാക്യം, 15-ാം വാക്യം ഇവിടെയൊക്കെ പറയുന്ന ഒരു കാര്യം ഇതാ. ആമേൻ, നിങ്ങൾ ഇസ്രായേൽ പൗരതയോട് ബന്ധമില്ലാത്തവരായിരുന്നു, വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യരായിരുന്നു. നിങ്ങൾക്ക് നിയമം, ഈ വാഗ്ദത്തങ്ങൾ നിയമത്തോട് ചേർന്ന് നിന്നതാണ്. അപ്പൊ ഈ നിയമവും വാഗ്ദത്വവും തമ്മിൽ നിങ്ങൾക്ക് ഒരു ബന്ധവുമില്ല. നിയമത്തോടോ വാഗ്ദത്തത്തോടോ നിങ്ങൾക്ക് ഒരു ബന്ധവുമില്ല. അങ്ങനെ ആയിരുന്ന നിങ്ങളെ 13-ാം വാക്യം പറയുന്ന, മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുവേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. അവൻ നമ്മുടെ സമാധാനം. അതിന്റെ 15-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പുതുമനുഷ്യനാക്കി സൃഷ്ടിപ്പാനും കർത്താവ് ശത്രുത്വത്തെ ക്രൂശിൽ വെച്ച് ഇല്ലാതാക്കി. അതായത് എന്താണ് ശത്രുത്വം എന്ന് പറയുന്നത്? ന്യായപ്രമാണമുള്ള ഞങ്ങൾ വിശേഷമുള്ളവരാണ്. നമുക്കറിയാം, ഗോലിയാത്തിന് മുമ്പിൽ വന്നു നിന്ന ദാവീദിന് പറയാനുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു കാര്യം ഇതാണ്, അഗ്രചർമ്മിയായി ഇവൻ ആർ. അതായിരുന്നു ഏറ്റവും വലിയ പ്രസ്താവന ദാവീദ്. അപ്പൊ ഈ അഗ്രചർമ്മം ഉടമ്പടി ചെയ്യാത്തവർ, പരിച്ഛേദന ഏൽക്കാത്തവർ, ന്യായപ്രമാണം അനുസരിക്കാത്തവർ, ന്യായപ്രമാണമില്ലാത്തവർ, ജാതികൾ, അപ്പോൾ അവർ അത്രത്തോളം അവർ ന്യായപ്രമാണമില്ലാത്തവരെ മോശമായി കണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നാണ്, ആ ഒരു സിറ്റുവേഷനാണ് കർത്താവ് ന്യായപ്രമാണത്തെ നീക്കാൻ വന്നതല്ല, നിവർത്തിപ്പാൻ വന്നത്. അങ്ങനെ യേശു നിവർത്തിച്ച യേശുവിനെ കുറിച്ച് റോമർ 10:4 പറയുന്നു, യേശു ന്യായപ്രമാണത്തിന്റെ അവസാനമാകും. അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? ന്യായപ്രമാണം ക്രിസ്തുവിൽ പൂർത്തിയായി. ന്യായപ്രമാണം ഇനി ഇല്ല. അപ്പോൾ ന്യായപ്രമാണം ഇനി ഇല്ലാത്തത് കൊണ്ട് തന്നെ പ്രമാണമില്ലാത്തൊരവസ്ഥ അല്ല ഇനി. ഇനിയുള്ള പ്രമാണം ആത്മാവിന്റെ പ്രമാണം. അതാണ് റോമാലേഖനം 8:2 പറയുന്നത്, ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം വരുത്തും. എന്താണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം? ജീവന്റെ ആത്മാവിന്റെ പ്രമാണം, ഒന്ന് ജീവന്റെ ആത്മാവിന്റെ പ്രമാണം, 2 പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണം. എന്താണ് പാപം? എന്താണ് മരണം? പാപം എന്ന് പറയുമ്പോൾ ദൈവവചനത്തിൽ വളരെ വ്യക്തമായി പറയുന്നു, വിശ്വസിക്കാതിരിക്കുന്നതാണ് പാപം. അവർ എന്നിൽ വിശ്വസിക്കായക കൊണ്ട് ന്യായവിധി. അവർ എന്നിൽ വിശ്വസിക്കാത്ത കൊണ്ട് പാപത്തെക്കുറിച്ച്, പാപം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തില് വീണ്ടും ജനനത്തെ കുറിച്ച് കർത്താവ് പറയുന്ന സ്ഥലത്ത്, പിതാവായ ദൈവം സകല ലോകത്തെയും സ്നേഹിച്ചു എന്ന് പറയുന്നതോട് ചേർന്ന് പറയുന്ന ഒരു കാര്യമാണ്. അവർ ദൈവപുത്രനിൽ വിശ്വസിക്കായകൊണ്ട് ന്യായവിധി വന്നു കഴിഞ്ഞു. അപ്പൊ ന്യായവിധിയുടെ കാരണവും വിശ്വാസമില്ലായ്മ. പാപത്തെക്കുറിച്ച് ബോധം വരുത്താനും കാരണം വിശ്വാസമില്ലായ്മ. ആരിൽ വിശ്വസിക്കാത്തതുകൊണ്ടാണ്? പുത്രനായ ക്രിസ്തുവിൽ വിശ്വസിക്കാത്തത്. ഹല്ലേലൂയ. അപ്പോൾ അവിടെ എന്താണ് പുത്രനിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ? പുത്രനിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ യേശുവിൽ വസിച്ച ദൈവത്തിന്റെ ആത്മാവ് യേശുവിൽ വസിച്ചുവെങ്കിൽ അതേ ആത്മാവ് എന്റെ അകത്ത് വസിക്കുന്നു എന്ന് മനസ്സിലാക്കാത്തൊരു വ്യക്തി. അപ്പോൾ പാപം എന്ന് പറയുന്നത് അതാണ്, അവിശ്വാസമാണ് പാപം. അതിൽ നിന്നാണ് മറ്റെല്ലാം ഉണ്ടെന്ന്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ ചിലപ്പോൾ പ്രാർത്ഥിക്കും, കർത്താവ് എന്റെ ദേഷ്യം ഒന്ന് മാറ്റി തരണം, എന്റെ ഭയം ഒന്ന് മാറ്റി തരണം, ഞാൻ ഡിസിപ്ലിൻഡ് അല്ല, കർത്താവ് എനിക്ക് ഇന്ന കുഴപ്പമുണ്ട്, അതെല്ലാം നേരെയാക്കി തരണം. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ട, അങ്ങനെ ഒരു കാര്യത്തിനും നിങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഒരൊറ്റ കാര്യത്തിൽ ഫോക്കസ് ചെയ്തത് എവിടെയാണെന്നറിയാം? നിങ്ങളുടെ ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടാവും, കർത്താവേ എനിക്ക് വിശ്വാസത്തിൽ വർദ്ധിച്ചു വരണം, വിശ്വാസത്തിൽ വർദ്ധിച്ചു വരണം. വിശ്വാസത്തിൽ വർദ്ധിച്ചു വരുന്ന ഒരു വ്യക്തി സാഹചര്യങ്ങളെ അതിജീവിക്കുന്നവനായിട്ട്. പ്രൈസ് ഗോഡ്. അപ്പൊ ഇവിടെ നമുക്ക് വചനത്തിൽ കാണാൻ കഴിയുന്ന യേശു ന്യായപ്രമാണത്തിന്റെ അവസാനമാണ്, പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണം. പാപം എന്താ? അവിശ്വാസം. അപ്പൊ മരണം എന്താണ്? അവിശ്വാസത്താൽ വേർപെട്ടു
നമുക്ക് റോമാലേഖനത്തിൽ നമുക്ക് വചനത്തിൽ കാണുന്ന ഒരു കാര്യം ഇതാണ്. അവർ അവിശ്വാസത്താൽ അവര് എന്ത് ചെയ്തു? അവർ മുറിക്കപ്പെട്ടു, അവരെ തള്ളിക്കളഞ്ഞു. അവിശ്വാസം കൊണ്ട് അവരെ അവിടുന്ന് വെട്ടിമാറ്റി എന്നാണ് വചനം പറയുന്നത്, അവിശ്വാസത്താൽ. അപ്പൊ അവിശ്വാസം കൊണ്ട് അവർ ദൈവത്തിൽ നിന്ന് അവർ മാറിപ്പോയി. റോമാലേഖനം അതിന്റെ 11-ാം അധ്യായം അതിന്റെ 23-ാം വാക്യം, അവിശ്വാസത്തിൽ നിലനിൽക്കാഞ്ഞാൽ അവരെയും കൂടെ ഒട്ടിക്കും. ഇതിന്റെ 20-ാം വാക്യം റോമാലേഖനം 11:19-20. എന്നാൽ എന്നെ ഒട്ടിക്കേണ്ടതിന് കൊമ്പുകളെ ഒടിച്ചു കളഞ്ഞു എന്ന് നീ പറയും. ശരി, അവിശ്വാസത്താൽ അവ ഒടിഞ്ഞുപോയി, വിശ്വാസത്താൽ നീ നിലനിൽക്കുന്നു. അപ്പോഴ് എന്താണ് പ്രാധാന്യം? എവിടെയാണ് അവിശ്വാസം? അവിശ്വാസത്താൽ എന്ത് സംഭവിച്ചു? ദൈവത്തിൽ നിന്ന് സെപ്പറേറ്റ് ആയി, ദൈവത്തിൽ നിന്ന് മാറിപ്പോയി. അവിടെയാണ് മരണം സംഭവിച്ചത്. ഡെത്ത്, മരണം സംഭവിച്ചു. മരിച്ച മനുഷ്യൻ പാപത്താൽ, അവിശ്വാസത്താൽ ദൈവത്തോടുള്ള കൂട്ടായ്മ നഷ്ടപ്പെട്ട മനുഷ്യനും പാപത്തിന്റെ മരണത്തിന്റെ പ്രമാണത്തിൽ നിന്ന് ജീവന്റെ ആത്മാവിന്റെ പ്രമാണം, ജീവന്റെ ആത്മാവ്, അങ്ങനെയാണ് പറയുന്നത്. ജീവന്റെ ആത്മാവ്, ഒറ്റ കാര്യമായിട്ട് പറയുന്നത്, ജീവന്റെ ആത്മാവ്, ജീവന്റെ ആത്മാവ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അതായത് എന്നെ നടത്തപ്പെടുന്ന ആത്മാവ്, നടത്തുന്ന ആത്മാവ്. അവിടെ ആത്മാവിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ഹല്ലേലൂയ, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 63-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല, ആത്മാവ് ജീവിപ്പിക്കുന്നു. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം തന്നെ ആത്മാവും ജീവനുമാകും. കർത്താവ് നമ്മളോട് സംസാരിച്ച വചനമാണ് ആത്മാവും ജീവനും. ഇനി പ്രമാണത്തിന് കീഴിലല്ല. നിങ്ങൾ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നെങ്കിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവർത്തിക്കില്ല, നിങ്ങൾ അതിന്റെ പുറകെ പോകത്തില്ല. നിങ്ങൾ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നെങ്കിൽ ന്യായപ്രമാണത്തിന് കീഴുള്ളവർ അല്ല. അങ്ങനെ തന്നെയാണ് വചനം പറഞ്ഞത് ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൽ. അതുകൊണ്ട് തന്നെ ഇവിടെ പറയുകയാണ്, ഞാൻ അവരുടെ ഒരു പുതിയ നിയമം ചെയ്യുക. ആ നിയമം അനുസരിച്ച് സംഭവിക്കുന്ന ഒരു കാര്യം, ഞാൻ എന്റെ ന്യായപ്രമാണത്തെ അവരുടെ ഉള്ളിലെഴുതും. അപ്പൊ കർത്താവ് ന്യായപ്രമാണത്തെ ഇനി ഏതെങ്കിലും കല്ലിലോ പലകയിലോ അല്ല എഴുതുന്നത്, നമ്മുടെ ഹൃദയത്തിൽ എഴുതും. ഇന്ന് കൽപ്പന എഴുതിയിരിക്കുന്ന സ്ഥലം ഏതാ? നമ്മുടെ ഹൃദയമാണ്, നമ്മുടെ ഹൃദയങ്ങളിൽ എഴുതിയിരിക്കുകയാണ്. ഇന്ന് കൽപ്പന നമ്മുടെ ഉള്ളിൽ എഴുതപ്പെട്ടിരിക്കുകയാണ്. കൽപ്പന എഴുതപ്പെട്ടിരിക്കുന്ന സ്ഥലം നമ്മുടെ ഹൃദയമാണ്. അപ്പൊ അങ്ങനെ കൽപ്പന നമ്മുടെ ഹൃദയത്തിൽ എഴുതപ്പെട്ടപ്പോൾ വേറുപാടിനെ നടുച്ചുവർ ഇടിച്ചു കളഞ്ഞു. ആവർത്തന പുസ്തകം 4:8 പറയുന്ന വിശേഷത, റോമാലേഖനം 9-ാം അധ്യായത്തിൽ പറയുന്ന, റോമാലേഖനം 3:1-2 പറയുന്ന അവർക്കുണ്ടായിരുന്ന വിശേഷമായ അവസ്ഥ മാറിപ്പോയി. നാം എല്ലാവരും ക്രിസ്തു നിമിത്തം ഒന്നായി തീർന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നാം ആരാണ്? ദൈവത്തിന്റെ മക്കളാണ്. ന്യായപ്രമാണം എവിടെ എഴുതിയിരിക്കുന്നത്? നമ്മുടെ ഹൃദയത്തിൽ. എങ്ങനെയാണ് എഴുതുന്നത്? വചനം ഇങ്ങനെയാണ് പറയുന്നത്: എന്റെ നാവ് സമൃദ്ധനായ ലേഖകന്റെ എഴുത്തുപോൽ. അപ്പൊ എങ്ങനെയാണ് എഴുതിയത്? അവൻ തന്റെ വചനത്താൽ, അവൻ തന്റെ നാവിനാൽ പറഞ്ഞ അകത്ത് എഴുതിയിരിക്കുക. പ്രിയപ്പെട്ടവർ, ഇന്ന് നമ്മുടെ ഹൃദയത്തിലാണ് ദൈവത്തിന്റെ പ്രമാണം ഇരിക്കുന്നത്. നമ്മുടെ സൗഖ്യം ഇരിക്കും നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ഉള്ളിലാണ്. നമ്മുടെ അത്ഭുതം ഇരിക്കും നമ്മുടെ ഉള്ളിലാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് നിങ്ങൾ ദൈവവചനത്തെ വായിച്ചു വിടുന്നവരായിട്ടല്ല, അത് നമ്മുടെ ഉള്ളിൽ എഴുതപ്പെടത്തക്കവണ്ണം ധ്യാനിക്കുന്നവരായി, വീണ്ടും വീണ്ടും ധ്യാനിക്കുന്നവരായി, അത് നമ്മുടെ ഉള്ളിൽ ക്രിയ ചെയ്യട്ടെ. അത് നമ്മുടെ ഉള്ളിൽ അസാധാരണ ദൈവപ്രവർത്തികളെ കൊണ്ടുവരട്ടെ. ഇന്ന് എനിക്ക് നിശ്ചയമായിട്ടും അറിയാം, ഹല്ലേലൂയ, ഈ വചന കേൾവിയെങ്കിൽ, ഈ പ്രോഗ്രാമിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവികമായ അസാധാരണമായ പ്രവൃത്തി വെളിപ്പെടാൻ പോകും. കാരണം ഇന്ന് ന്യായപ്രമാണം ഇരിക്കുന്നത് ഏതോ ഒരു പെട്ടകത്തിനകത്തല്ല, ഏതോ ഒരു തിരശ്ശീലയുടെ മറവിലല്ല. ആ ന്യായപ്രമാണം ഇരിക്കുന്നത് നിങ്ങളുടെ ഉള്ളിലാണ്. ഒബേദേദോവിന്റെ വീട്ടിനകത്ത് ആ പെട്ടകം ഇരുന്നത് കൊണ്ട് ആ ഒറ്റ കാരണം കൊണ്ട് അവിടെ ആ ഭവനത്തിന്റെ സകലത്തെയും കർത്താവ് അനുഗ്രഹിച്ചെങ്കിൽ, ഇന്ന് ആ കൽപ്പലക പ്രമാണം ഇരിക്കുന്നത് നിങ്ങളുടെ ഉള്ളിലാണ്. നിങ്ങൾ നിമിത്തം നിങ്ങളുടെ ഭവനം അനുഗ്രഹിക്കപ്പെടും, നിങ്ങൾ നിമിത്തം നിങ്ങളുടെ ദേശം അനുഗ്രഹിക്കപ്പെടും. കാരണം
ആ നിയമം ഇന്ന് നിങ്ങളുടെ ഉള്ളിലായിരിക്കുന്നത്. അതായത് നിങ്ങൾ വിശേഷതയുള്ളവരാ. എന്തുകൊണ്ടാണെന്നറിയാമോ? ഈ പ്രമാണം നിങ്ങളുടെ അകത്തുള്ളത് കൊണ്ട്. പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവ് യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അങ്ങയുടെ മുഖത്തേക്ക് നോക്കുന്നു. കർത്താവ് ഞങ്ങളെ വിശേഷതയുള്ളവരാക്കി മാറ്റിയതിനായിട്ട് നന്ദി. ഏറ്റവും വിശേഷതയുള്ളവരാക്കി. അതേ കർത്താവെ, ഞങ്ങൾ കൂടുതൽ കർത്താവിൽ നിന്ന് അറിയാൻ, കർത്താവിനോട് ചേർന്ന് നിൽപ്പാൻ, ജീവന്റെ ആത്മാവിന്റെ പ്രമാണത്തിൽ വർദ്ധിച്ചു വരുവാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കാൻ. ഇന്ന് കർത്താവ് ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് പ്രാർത്ഥിക്കുന്ന യേശുവിന്റെ നാമത്തിൽ അവരുടെ ശരീരത്തിൽ ആരൊക്കെ രോഗത്തോടും ഭാരത്തോടും എന്നെ കാണുന്നു, ഇപ്പോൾ തന്നെ കർത്താവെ, അതേ കർത്താവെ, അങ്ങ് ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താൽ അങ്ങയുടെ ശരീരത്തിലേറ്റ മുറിവുകൾ കൊണ്ട് ഇപ്പോൾ തന്നെ അത്ഭുതകരമായ സൗഖ്യം ഇവരിൽ ഓരോരുത്തരും സംഭവിക്കട്ടെ. എല്ലാ ബലഹീനതകളും പുറകിലും മറഞ്ഞിരിക്കുന്ന ദുരാത്മാവും, രോഗത്തിന്റെ ആത്മാവ്, രോഗശക്തികൾ, ശാപത്തിന്റെ ആത്മാവ് യേശുവിന്റെ നാമത്തിൽ ശരീരങ്ങളിൽ നിന്ന് മാറട്ടെ. അത്ഭുതകരമായ വിടുതൽ ഇപ്പോൾ തന്നെ സംഭവിക്കട്ടെ. അത്ഭുതകരമായ വിടുതൽ സംഭവിക്കട്ടെ. ഇപ്പോൾ തന്നെ അവരിൽ ജീവൻ വെളിപ്പെടുമാറാകട്ടെ. അവരിൽ ജീവൻ വെളിപ്പെടുമാറാകട്ടെ. അവസ്ഥകൾ മാറട്ടെ കർത്താവ്. അങ്ങനെ യേശുവിന്റെ നാമത്തിൽ ഓരോരുത്തരും അനുഗ്രഹിക്കുന്നു. എത്ര മാരക രോഗമെങ്കിലും, വർഷങ്ങളായിട്ടുള്ള രോഗമെങ്കിലും സൗഖ്യമാകട്ടെ കർത്താവെ. ഹല്ലേലൂയ. കർത്താവെ, ജീവിതത്തിന്റെ ക്രമങ്ങൾ തെറ്റിയത് കൊണ്ട് വന്ന രോഗമാകട്ടെ, വർഷങ്ങളായിട്ടുള്ള ആൾസർ സൗഖ്യമാകട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. വർഷങ്ങളായിട്ടുള്ള മൈഗ്രെയിൻ സൗഖ്യമാകട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. അപ്പൊ ഇപ്പോൾ തന്നെ അത്ഭുത സൗഖ്യം വെളിപ്പെടട്ടെ. അലർജി രോഗങ്ങൾ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ഈ നിമിഷം തന്നെ അത്ഭുതകരമായ നിലയിൽ സൗഖ്യമാകട്ടെ കർത്താവെ. അങ്ങയുടെ മഹത്വം ഒരു കരം നീട്ടി അവരെ സ്പർശിക്കുന്നതിനായിട്ട് നന്ദി കർത്താവെ. അങ്ങ് അത്ഭുതം ചെയ്തു കഴിഞ്ഞതിനായിട്ട് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ. പ്രൈസ് ഗാഡ്. ഹല്ലേലൂയ. ഇന്ന് ന്യായപ്രമാണം നിങ്ങളുടെ ഉള്ളിലാണ് ഇരിക്കുന്നത്. ആകയാൽ നിങ്ങളിൽ അത്ഭുതം സംഭവിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ധൈര്യത്തോടെ, സ്തോത്രത്തോടെ, ഉറപ്പോടെ മുന്നോട്ട് പോവുക. ഇന്ന് പകലും വിശ്വസിക്കുക. ഇന്ന് നിങ്ങളൊന്ന് വിശ്വസിച്ചേ. ഹല്ലേലൂയ. കർത്താവ് എന്നിൽ അത്ഭുതം ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ്. ഞാനൊരു അത്ഭുതമാണ്. എന്നിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുവിന് നാടോടും അതിനെ തികയ്ക്കുമെന്ന് പൂർണ്ണമായ ബോധ്യത്തോടുകൂടെ, ഒരിടത്തും പതറാതെ, ധൈര്യത്തോടെ. ഇന്ന് നിങ്ങൾക്ക് എത്ര വലിയ രോഗത്തിന്റെ കീഴിലാണ് നിങ്ങളെങ്കിലും, നിങ്ങളെ സൗഖ്യമാക്കുന്ന ശക്തി നിങ്ങളുടെ ഭവനത്തിൽ വെളിപ്പെട്ടു നിൽക്കുകയാണ്. നിങ്ങൾ സൗഖ്യമായിരിക്കുകയാണ് ഇപ്പോൾ തന്നെ. യെസ്, ഉറപ്പോടുകൂടെ ആമേൻ ചുവടുകൾ മുന്നോട്ട് പോകുക. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നുവെങ്കിൽ ഹല്ലേലൂയ, മറ്റുള്ളവർക്കും ഈ പ്രോഗ്രാം പരിചയപ്പെടുത്തുക. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങളും സാക്ഷ്യങ്ങളും ഞങ്ങളുമായിട്ട് പങ്കുവെക്കുക. ഈ കാണുന്ന നമ്പറിലൂടെ കൂടുതൽ ദൈവകൃപയിൽ നിലനിൽപ്പാനായിട്ട് പരിശുദ്ധാത്മാവ് നിങ്ങളെ ധാരാളമായി സഹായിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. God bless you. Amen.